ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ത്രെഷോൾഡ് പോയത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എക്സ്ട്രാ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻസ് കണ്ടു, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പോയത്തിൽ നിന്ന് എസ്സേ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പോയിന്റ്സ് ആയിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കപ്ലെറ്റ് രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. രണ്ട് ലൈൻ രീതിയിൽ അത് നിങ്ങൾ എഴുതുക. പിന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, എങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആ ഒരു ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലനേഷൻ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതിൽ ഇതേപോലെ കുറേ പോയിന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതന്നെ വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what sensory details helps the establishing the sense and atmosphere of the poem? ഒരു പോയത്തിലെ സെൻസറി അറ്റ്മോസ്ഫിയർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്? അതായത് ഒന്നാമത്തെ കേസ് നമുക്കറിയാം, ഗിറ്റാർ സ്ട്രിങ്. അതായത് മാൻ്റെ മേത്തേക്ക് വെള്ളം വീഴുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഗിറ്റാർ സ്ട്രിങ് പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദമാണ് അല്ലേ. ഗിറ്റാർ സ്ട്രിങ് സ്നാപ്പിംഗ് ആൻഡ് ദ സോങ്സ് ടു ഫിൽ ഇൻ ദ സ്പീക്കേഴ്സ് സെൻസ്. പിന്നെ ഇതിൽ പറയുന്നത് എന്താണ്? അപ്പോൾ ഈ ഒരു പോയത്തിൽ കൊടുത്തിരിക്കുന്ന സെൻസറി അറ്റ്മോസ്ഫിയർ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞാൽ ഗിറ്റാർ സ്ട്രിങ്ങിന്റെ കാര്യം, പിന്നെ ഒരു സ്കെൽട്ടന്റെ പോലെ ഡെസൻസ് ടു ദ കോഡ് ലൈക്ക് എ സ്കെൽട്ടൻ. അതായത് ഈ ഒരു പാട്ട് ഊഴ്ന്നിറങ്ങിയത് ഒരു സ്കെൽട്ടന്റെ പോലെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക്. ആൻഡ് ദ റെയിൻ ഫോളിങ് ത്രൂ ദ സിംഗിങ് മാൻ. അദ്ദേഹത്തിന്റെ ഒരു റെയിൻ ഫോളിങ് ഒരു സിംഗിങ് മാൻ്റെ മേത്തേക്ക് ഈ ഷവർ റെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷവറാണ് കേട്ടോ. ഷവറിന്റെ വെള്ളം വീഴുന്ന ഒരു സൗണ്ടും അതൊക്കെ ഒരു സെൻസറി എന്താണ് സെൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ദ പോയമാണ്. നോട്ട് ചെയ്ത് വെക്കാം, വായിക്കാം. ത്രെഷോൾഡ് ബൈ ഓഷൻ വോങ്. നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 5 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പോയറ്റിന്റെ പേര് അല്ലെങ്കിൽ ഓഥറിന്റെ പേര് ഫസ്റ്റ് എഴുതി വെക്കേണ്ട. ഉറപ്പുണ്ടെങ്കിൽ മാത്രം എഴുതി വെച്ചാൽ മതി. തെറ്റിച്ച് എഴുതി കഴിഞ്ഞാൽ എല്ലാ മാർക്കും കൂടി പോവും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. The threshold by Ocean Vuong described the youth ocean threshold of watching his father showers through a keyhole and listening to him singing. അതായത് അച്ഛൻ പാടുന്നത്, കുളിക്കുമ്പോൾ പാടുന്നത് ഡോറിന്റെ കീഹോളിൽ കൂടെ ഒളിഞ്ഞിരുന്ന് കണ്ടു. The man is guitar strings snapping and song sings to fill speakers sense to that core like a skeleton. And the rain falling through the singing man. This vivid sensory details help establishing the sense and atmosphere in the poem. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഡസ് ദ സ്പീക്കേഴ്സ് പെർസ്പെക്റ്റീവ് ചേഞ്ച് ഫ്രം ബിഗിനിങ് ടു ദ എൻഡ് ഓഫ് ദ പോയം? അതായത് ഒരു പോയത്തിന്റെ സ്റ്റാർട്ടിങ്ങിലും അവസാനത്തിലും ആ ഒരു സ്പീക്കറിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അത് ചേഞ്ചിങ് ഉണ്ട്. എന്താണെന്ന് The speaker's perspective changed from the beginning to the end in the poem. At the beginning in the poem, the speaker is portrayed as a passive, kneeling and watching through a keyhole. At the end of the poem, we can see speaker's transformation in life. He enters to the threshold. He can now take a full view of his first naked man. അതായത് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു കൗമാരം അല്ലെങ്കിൽ ഒരു മാനിലേക്കുള്ള ഒരു ചേഞ്ചാണ് ഇവിടെ പറയുന്നത്. അതായത് അദ്ദേഹം ചൈൽഡ്ഹുഡിലാണ് ഇങ്ങനെ ഒളിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് കീഹോളിൻ്റെ ഉള്ളിൽ കൂടെ, ഡോറിൻ്റെ കീഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു കാഴ്ച കണ്ടത് അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ പിടിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഇന്നസെൻസ് ചേഞ്ച് ആയിട്ടുണ്ട്. അച്ഛൻ്റെ മുന്നിൽ ആദ്യമൊക്കെ ഒരു ഇന്നസെൻസ് ചൈൽഡ് ആയിരുന്നു, പക്ഷെ പിടിച്ചതിന് ശേഷം ഇന്നസെൻസ് പോയി ഇല്ലേ. അപ്പം ആ ഒരു ചേഞ്ചസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ദിസ് പോയം എക്സ്പ്ലോർസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ആർട്ട്, എംപ്റ്റി ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്? The poem explores the power of art, especially music. The speaker in this poem portrayed the vivid sense of secondly observing the man singing in the shower as an important moment of transformation in his life. This song seems to fill the speaker's sense of the core like a skeleton. Transformation reflects the speaker's growth and understanding. ഇതിലെ ആർട്ട് എന്നുകൊണ്ട് പറയുന്നത് എന്താണ്? മ്യൂസിക്കാണ് കേട്ടോ. ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി മ്യൂസിക്. അതായത് ഈ ഒരു മ്യൂസിക്കിലൂടെയാണ് ഈ ഒരു പോയറ്റിന്റെ സ്പീക്കറിന്റെ ലൈഫിൽ ചേഞ്ച് ആവുന്നത്. അതായത് ദ സ്പീക്കർ ഇൻ ദിസ് പോയം പോർട്രേറ്റ് ദ വിവിഡ് സെൻസ് ഓഫ് സെക്കൻഡ്ലി ഒബ്സർവിംഗ് ദ മാൻ സിംഗിങ് ഇൻ ദ ഷവർ ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് മൂവ്മെന്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ലൈഫ്. അത് ഞാൻ പറഞ്ഞിരുന്നു, ചൈൽഡ്ഹുഡിൽ ഇതിങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇന്നസെൻസ് പോയി ഇല്ലേ. അപ്പം അതാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ ആർട്ടായിട്ട് പറയുന്നത്, ആർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നോട്ട് ചെയ്ത് വെക്കുക.
ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി എക്സ്പ്ലനേഷൻ പോരാ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ മുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താം. Next question. Analyze how the specific word choice, structure and poetic elements shape the poem's description of emotional and psychological growth through the engaging with art. അതായത് എങ്ങനെയാണ് ഈ ഒരു പോയത്തിലെ എലമെന്റ്സ്, ഒരു സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ പോയറ്റിക് എലമെന്റ്സ് എങ്ങനെയാണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു പോയറ്റിന്റെ അല്ലെങ്കിൽ സ്പീക്കറിന്റെ ഒരു ഇമോഷണൽ ഒരു സൈക്കോളജിക്കൽ ഗ്രോത്ത് ഇതിൽ എങ്ങനെയാണ് കാണിച്ചിട്ടിരിക്കുന്നതെന്നാണ് ചോദ്യം. Threshold by Ocean Vuong is a struck and highly technical poem. It is written in a couplet. It describes the youth Ocean's habits of watching his father showers through a keyhole and listening to him singing. The first line in this poem about the body will be repeated. This body belongs to a young boy in the beginning of puberty. He is the body, not yet its falling value as the lack price, and the boy wants like a beggar his body to attain the more substantial form. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ പോയാണ്. നമുക്ക് ആൻസറിലേക്ക് വരാം കേട്ടോ. ഈ ഒരു പോയം എന്ന് പറയുന്നത് ടെക്നിക്കൽ പോയം ആണ്. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഒരു കപ്ലെറ്റ് ആണ്. ഈ ഒരു പോയം എന്ന് പറഞ്ഞ കപ്ലെറ്റ് ആണ്. ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ കപ്ലെറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത്ര രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൽ പറയുന്നത് ഒരു ബോയ്, ആ കുട്ടി എന്താ ചെയ്യണത്, ചൈൽഡ്, അതായത് അഡോളസെന്റിൽ ഉണ്ടായിരുന്ന ഒരു ചൈൽഡാണ് ആ കുട്ടി. ആ കുട്ടി ഡോറിനോട് കൂടെ ഒളിഞ്ഞു നോക്കുന്നതോടുകൂടി ആ കുട്ടിയുടെ നിഷ്കളങ്കത പോയി. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യണം, അഡൽഹുഡിലേക്ക് ചേഞ്ച് ആവുകയാണ്. ഓക്കെ, പിന്നെ ഈ ഒരു പോയത്തില് ഫസ്റ്റ് ലൈനിൽ ബോഡി എന്നുള്ള വേർഡ് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു റിപ്പീറ്റ് ചെയ്ത ഒരു പാസീവ് ഒബ്സർവേഷന്റെ ഒരു സബ്സ്റ്റൻസ് ആണ്. ഈ ഒരു കുട്ടി ബഗ്രായി മാറുകയാണ്. അതായത് ഒരു കുട്ടിയുടെ ചൈൽഡ്ഹുഡ് ഒരു ഇന്നസെൻസ് പോയിട്ട് അഡൾട്ട്ഹുഡിൽ നിന്ന് അഡോൾസെന്റിലേക്ക് ചേഞ്ച് ആയി. ഓക്കെ, പിന്നെ ഈ ഒരു കുട്ടി നോക്കുമ്പോൾ, ഈ കീഹോളിൽ കൂടെ നോക്കുമ്പോൾ ആ കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, ഒരു ഹ്യൂമൻ റൗണ്ട് ഷോൾഡർ ആണ്. പിന്നെ ഇവിടെ സിംഗിങ് എന്നുള്ള വേർഡ് മെറ്റഫർ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. റൗണ്ട് ഷോൾഡർ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗിറ്റാർ സ്ട്രിങ് പൊട്ടുന്ന ഒരു ശബ്ദത്തെ കുറിച്ച് പറയുന്നില്ലേ, അതൊരു ഇമേജറി ആണ്. ദ മാൻ ഈസ് ലൈക്ക് എ ഗിറ്റാർ സ്ട്രിങ് സ്നാപ്പിംഗ്. ഈ ഒരു വേർഡ് ഇമേജിനറി ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും പോയിന്റ്സ് ശ്രദ്ധിക്കണം കേട്ടോ. ഇൻ ദ ഫസ്റ്റ് ലൈൻസ് ഇസ് അബൌട്ട് ദ ബോഡി വിൽ റിപ്പീറ്റിംഗ്. ദിസ് ബോഡി ബിലോങ്സ് ടു എ യങ് ബോയ് ഇൻ ദ ബിഗിനിങ്. അതായത് ഈ ഒരു പോയത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതൊരു യങ് ബോയ് ആയിരുന്നു അല്ലെ, ആ ഒരു കുട്ടീനെ ബിലോങ്സ് ടു എ ബോഡി. അപ്പൊ ഈ ഒരു ലൈനിൽ 2 തവണ ബോഡി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒന്നാമത്തെ പറഞ്ഞത് ഒരു യങ് ബോയ് ആണ്, ബിലോങ്സ് ടു യങ് ബോയ്, ബോഡി എന്ന് പറഞ്ഞത് ഓഫ് പ്യൂബർട്ടി. His body not yet fall value and he lacks of price and boy wants to like a beggar his body to attain more substance. അതായത് ഒരു കുട്ടിക്ക് അറിയാം ആ കുട്ടിയുടെ ബോഡി ഇനി ഫുൾ ഒരു മെന്നായിട്ടില്ല ആ കുട്ടിയുടെ ബോഡിയിലുള്ള വളർച്ച. അതാണ് ഈ ഒരു ലൈൻ പറയുന്നത് കേട്ടോ. ഹീസ് എ ബോഡി നോട്ട് യെറ്റ് ഫോളിംഗ് വാല്യൂ ഹാസ് ലാക്ക് ഓഫ് പ്രൈസ് ആൻഡ് ദ ബോഡി വാണ്ട്സ് ലൈക്ക് എ beggar ഹിസ് ബോഡി ടു അറ്റൈൻ മോർ സബ്സ്റ്റൈനൽ ഫോം. അതായത് ബോഡി കൊണ്ട് ഇങ്ങനൊരു മാൻ ആവാൻ കുറച്ചുകൂടി ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നിഷ്കളങ്കത നഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ വോങ് ഡിസ്ക്രൈബ് ദ സിംഗിങ് മാൻ ഇൻ ദിസ് പോയം? വാട്ട് ഇമാജിനറി ഡസ് ഹി യൂസ്? ഇനി നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. Wong could not see the singing man clearly as he was looking through the keyhole. അതായത് ഈ കീഹോളിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ ചൈൽഡ് വോങ്ങിന് എന്ത് ചെയ്യണം, ആ ഒരു മാൻ്റെ ബോഡി മൊത്തത്തിൽ കാണാനില്ല. ബട്ട് ഹി നോസ് ദാറ്റ് മാൻ ഈസ് സിംഗിങ്. പക്ഷെ ആ ഒരു മനുഷ്യൻ പാട്ട് പാടുന്നുണ്ട് എന്ന് മനസ്സിലായി. ഈ മാൻ എന്ന് പറയുന്നത് ആരാണ്? വോങ്ങിൻ്റെ ഫാദർ ആണ് കേട്ടോ, അതുകൊണ്ട് മറക്കല്ലേ. ഇൻ ദ ഷവർ ആൻഡ് ഹി വാസ് റൗണ്ടഡ് ഷോൾഡർ. ഈ ഒരു ഫാദറിന്റെ ഷോൾഡർ എങ്ങനെയാണ്, മാൻ്റെ ഷോൾഡർ എങ്ങനെയാണ്, റൗണ്ടഡ് ഷോൾഡർ ആണ്. The imaginary he used as rain falling on the something hard and splitting into streams like a guitar. അതായത് ഇവിടെ ഇമാജിനറി ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, ഒരു ഗിറ്റാറിന്റെ സ്ട്രിങ് പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തോടെയാണ് ഈ ഒരു റെയിൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷവറിന്റെ വെള്ളം ഈ ഒരു ഫാദറിന്റെ പുറത്ത് വീഴുന്നത് അല്ലേ. അപ്പൊ അതൊരു ഇമാജിനറി ആയിട്ടാണ് ഇവിടെ പറയുന്നുണ്ട്. ഗിറ്റാർ സ്ട്രിങ് ആ ഒരു ടേം യൂസ് ചെയ്തിരിക്കുന്ന ഷവർ റെയിൻ്റെ വാട്ടറാണ് കേട്ടോ. Strings bring out the various notes of music when touched. അതായത് സ്ട്രിങ് നമ്മൾ തൊടുമ്പോൾ കുറേ സൗണ്ട് ഉണ്ടാക്കില്ല, അതേപോലെയാണ് ഒരു വെള്ളത്തുള്ളി ഇദ്ദേഹത്തിന്റെ ഫാദറിന്റെ റൗണ്ട് ഷോൾഡറിലേക്ക് വീഴുമ്പോൾ പല ശബ്ദങ്ങളും ഉണ്ടായിരുന്നു, ഒരു വെള്ളം വീഴുന്ന ശബ്ദങ്ങൾ. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു പോയം ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. പിന്നെ ഇതിൽ ഇമേജിനറി യൂസ് ചെയ്തിട്ടുണ്ട്, മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറഞ്ഞത്, ഇത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഈ ഒരു പോയം കപ്ലെറ്റ് രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു പോയത്തിന്റെ എൻഡിങ്ങിൽ വരുമ്പോൾ കുറേ ചേഞ്ചും വരുന്നുണ്ട് കേട്ടോ.
ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കാം. അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പോർഷൻസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരു ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിറ്റീസിങ് ചേഞ്ച് എൻ്റെ ഇതിൽ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് പറയാം കേട്ടോ, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതൊരു ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. എടുക്കുന്ന എഫേർട്ടിനൊരു വാല്യൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.